അമ്മ പോവാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. അമ്പലത്തിലൊക്കെ പോയി അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, അവിടെ പോകണം. പിന്നെ പണ്ട് മുതലേ ഞാൻ അവിടെ തന്നെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ പറയാം, എവിടെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അമ്പലത്തിൽ പോവുക. അച്ഛൻ റെഡിയായി വന്നിട്ടുണ്ട്. ഹായ് പറയൂ അച്ഛാ. ഹായ്. അമ്മയുടെ ഹായ് പറ. ഹായ്. അമ്മ ടെൻഷനിലാണ്, കാരണം അമ്മയുടെ മൂക്കുത്തി കാണുന്നില്ല. അമ്മ എവിടെയോ ദൂരെ വെച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. പിന്നെന്താ, പിന്നെ ചുമ്മാ നമ്മൾ ഫാമിലി ആയിട്ടുള്ളൊരു ഔട്ടിങ്, അങ്ങനത്തെ കുറച്ച് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഫസ്റ്റ് പ്രയോറിറ്റി അമ്പലം. അപ്പോൾ രാവിലെ 7 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്ര മണി അയച്ച സമയം? 8:20. എന്തെങ്കിലും പറയാനുണ്ടോ 8:20 ഇറങ്ങിനെ കുറിച്ച്? കണ്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കേട്ടില്ലേ, ഇത് ഞാൻ കുറച്ചു നേരമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ വഴിയില്ല, ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് റെഡിയായി വരുമ്പോൾ 8:20. രാവിലെ ഇട്ടതാണ്, ഒരു 6 മണിക്കൊക്കെ ഇട്ടതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ട്, എന്താ പറയണെന്ന് നോക്കിയിട്ട്. മുത്തശ്ശൻ വാ. ഒളിച്ചിക്കണം. അതാണ് എൻ്റെ അമ്മയുടെ തറവാടാണത്. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തിയൊന്നുമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇവരെ വീഡിയോയിലൊക്കെ കാണിച്ചെങ്കിലും ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടില്ല. അച്ഛനെ കുറിച്ച് പറയട്ടെ, വരൂ. അപ്പൊ ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് ജയകുമാർ എന്നാണ്. ഇത് മുത്തശ്ശൻ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ. മുത്തശ്ശൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഇനി മുത്തശ്ശൻ്റെ ഹായ് പറ. ഹായ്. ഇതാണ് അമ്മയുടെ പേര് രജനി. അപ്പുറത്തുനിന്നൊരു ഹായ് കേട്ടത് അമ്മൂമ്മയുടെ പേര് ശാന്തകുമാരി. അപ്പൊ ഇത് എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനുമാണ്. ഞാൻ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇത്രയും പേരെൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ ഞാൻ ഹീൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ അമ്മൂമ്മ, മുത്തശ്ശൻ, മെറ്റേണൽ ഗ്രാൻഡ് പാരൻസ്. അതാണ് എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് പാരൻസ്. അപ്പൊ അച്ഛനും അച്ഛനും ഇപ്പം ഇല്ല നമ്മുടെ ഒപ്പം. അച്ഛൻ ഞാൻ ചെറുപ്പത്തിൽ, എനിക്ക് 5-6 വയസ്സുള്ളപ്പോഴേ മരിച്ചു പോയിരുന്നു. അച്ഛമ്മ ഞാൻ +1 10th പഠിക്കുമ്പോൾ മരിച്ചുപോയേ. അങ്ങനെ അതൊക്കെയാണ് ഇപ്പം എൻ്റെ ഫാമിലി. നമ്മളിത് എവിടെ യാത്ര പോകുമ്പോഴും അമ്മമ്മയും മുത്തശ്ശനത് ഇതുപോലെ ഇങ്ങനെ നമ്മളെ വന്ന് യാത്രയാക്കും. ഇതാണ് ഇവരുടെ ഒരു ഹോബി. എല്ലാ തവണയും ഇവർക്ക് യാത്രയാക്കണം, അല്ലേ? ബൈ, ടാറ്റാ. ഇത് കയറുക. അമ്പലമൊക്കെ അടച്ചു പോയിണ്ടാവും ഇപ്പൊ ആൾക്കാര്. നമുക്കല്ലെങ്കിലും ഓർമ്മത്തിരി കുറവുണ്ട്. എന്നിട്ട് നെയ്യാനെ ചീത്ത പറയില്ലേ? എന്ത് ഓർമ്മ കുറവൊന്നും. അമ്മ നമ്മുടെ മൂക്കത്തി കൊണ്ട് കളഞ്ഞു. ഇതിപ്പോ ഞാനോ അച്ഛനൊക്കെ ആവണം, എന്റെ പൊന്നെ, അല്ല അച്ഛാ? ഞങ്ങള് വല്ലതും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ അമ്മ ഈ കാറെടുത്ത് ഇങ്ങനെ ചെരിച്ച് മലർത്തി വെച്ചേനെ, അല്ലേ? ഒന്നും പറയാ അച്ഛന് പറയാനുള്ള അച്ഛന് പറയാനുള്ളതൊക്കെ ഇവിടെ പറയാം, തുറന്ന് പറയാനുള്ളതാണ്. അച്ഛനൊന്നും പറയാനില്ല ഇപ്പൊ, അച്ഛൻ പേടിച്ചു പോയി. അപ്പൊ എന്ത് ചൂട്, ചെത്തിരി AC ഇട്ടെ. ചൂട്, ഭയങ്കര ചൂട്, രക്ഷയില്ലാത്ത ചൂട്. കുളിച്ചൊക്കെ എന്തിനാ ഇറങ്ങി നിൽക്കിയ ഒരു ഐഡിയ ഇല്ല. ഞാൻ വേർത്തങ്ങ് കുളിച്ചിട്ടുണ്ട് ഇപ്പൊ. നമ്മളപ്പോ ഇതേ പാലക്കിലെത്തി. പാലക്കിലാണ് എൻ്റെ അച്ഛന്റെ തറവാട് വരുന്നത്. പക്ഷെ തറവാടൊന്നും ഇപ്പൊ ഇല്ല, അല്ലേ? അച്ഛൻ തറവാട് വീടായിട്ടില്ല, ബട്ട് അവിടെ അച്ഛന്റെ ചേട്ടൻ, കസിൻ ബ്രദേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത് പെല്ലിശ്ശേരിയാണോ എന്നറിയില്ല. പെല്ലിശ്ശേരി ഒരു പല്ലിശ്ശേരി, ഇതിലെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക. ആ സ്ഥലത്താണ് നമ്മളിപ്പോ. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂർ വഴി കുറച്ച് പോകണം. അപ്പൊ നമ്മൾ പെല്ലിശ്ശേരി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആണ് കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ തറവാടമ്പലല്ല, കുടുംബക്ഷേത്രം അല്ലെങ്കിൽ മറ്റേ കാരണവന്മാരുടെ അമ്പലം എന്നൊക്കെ പറയും. നല്ല തിരക്കട്ടെ ഇവിടെ, ഭയങ്കര എന്തോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ബ്ലോക്ക് ആയിട്ടിരിക്കുക. അപ്പൊ ആദ്യം അങ്ങോട്ട് പോവാണ് നമ്മള്. അപ്പോ അവിടെ എന്ത് പ്രതിഷ്ഠയമ്മ? ഭഗവതിയുടെ പ്രതിഷ്ഠയാണ്. അപ്പൊ അവിടുത്തെ അമ്പലവും കാര്യങ്ങളും, പിന്നെ അവിടെ എന്തോ നമ്മൾ പോയിട്ട് വീത് വെക്കുക, അങ്ങനെ കുറെ പരിപാടികളുണ്ട്.
അവിടെ ചെറിയൊരു അമ്പലമാണ് നമ്മളുടെ എന്താ പറയാ, അത്ര ഭയങ്കര വലിയ അമ്പലം ഒന്നുമില്ല, സാധാ ഒരു അമ്പലം. വണ്ടി സൈഡിൽ ഞാൻ രണ്ടുപേരും കൂടി ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇവിടുന്ന് പാലക്കലെത്തി. പാലക്കലെന്ന് ഒരു ഹാർഡ്ലി ഒരു 15-20 മിനിറ്റ്സ് ഉണ്ട് തോന്നുന്നു പെല്ലിശ്ശേരിയിലോട്ട്. അച്ഛന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി കാണിച്ചു. നല്ല രസം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ നിറയെ പാടും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇനി അധികം ഇല്ല തോന്നുന്നു. ഇനി അടുത്ത് തന്നെയല്ലേ മറ്റമ്പലം വരുന്ന സൈലന്റയാണ്. മറ്റമ്പലത്തിന്റെ പേരെന്തായിരുന്നു വെച്ചാ? തിരുവള്ളക്കാവ്. ആ, എഴുത്തിനിരുത്തുന്ന അമ്പലമാണത് തിരുവള്ളക്കാവ്. വെരി ഫേമസ്. എന്റെ പൊന്നെ ബസ് വരുന്ന പോക്ക് ബസ്സും ബൈക്കൊക്കെ അല്ല, പറന്നിട്ടൊക്കെ വരുന്നത്. അപ്പൊ തിരുവള്ളക്കാവ് അടയ്ക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ആദ്യം പെല്ലിശ്ശേരി പോയിട്ട് നോക്കാം, എന്നിട്ട് അവിടുന്ന് തിരുവള്ളക്കാവിൽ പോയി നോക്കാം. തിരുവള്ളക്കാവ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്, കുറെ പേർക്ക് അറിയായിരിക്കും. യെസ്, എഴുത്തിനിരുത്തണ അമ്പലമാണ് തിരുവള്ളക്കാവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എഴുത്തിനിരുത്ത് പറഞ്ഞാൽ നമ്മളങ്ങനെ കൊളാക്കലായിട്ട് പറയുന്നതാണ്. മറ്റേ നമ്മള് എന്താ അരിയില് എഴുതിക്കല്ലേ, എന്താ പറയാ, എഴുത്തിനിരുത്തുക എന്നുള്ളതിന് കുറച്ച് എഴുത്തിനിരുത്തുക. നമ്മള് ഇങ്ങനെ മറ്റേ ആദ്യാക്ഷരം എഴുതിക്കുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. അപ്പോ അത് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ എക്സാം ടൈമിലും വരുന്ന ഒരു അമ്പലമാണ്. പ്രത്യേകിച്ച് എക്സാം ഉള്ളപ്പോൾ അമ്മച്ചിരിക്കുന്നത്. അവിടുന്ന് പെന്ന് പൂജിച്ച് മേടിച്ച് എഴുതിയില്ലെങ്കിൽ എനിക്കെന്തോ മനസ്സമാധാനം കിട്ടില്ല. അവിടുന്ന് ഒരു പെന്നും പിന്നെ ഒരു ചരടും പിന്നെ ഒരു നെയ്യ് കിട്ടും. എന്തായിരുന്നു അതിന്റെ പേര്? സാരസ്വതി പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു നെയ്യ് കിട്ടും. ഭയങ്കര ഫേമസ് അമ്പലം. ഇങ്ങനെ എഴുത്തിനിരുത്താനും അതുപോലെ ഇങ്ങനെ നമ്മുടെ പഠിപ്പിന്റെയും ജോലിയുടെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പൊ ആ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടം പോവാൻ. അപ്പൊ അവിടെ പോകണമെന്നുണ്ട്, നോക്കാൻ നമുക്ക് സമയം കിട്ടുമെന്ന്. അപ്പൊ ദർ ഇസ് എ ചേഞ്ച് ഓഫ് പ്ലാൻ. നമ്മളപ്പോ കുടുംബക്ഷേത്രത്തിലല്ല ഫസ്റ്റ് പോകുന്നത്. നമ്മൾ ആദ്യം തിരുവള്ളക്കാവിലാണ് പോകുന്നത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോ അമ്പലം പെട്ടെന്ന് അടയ്ക്കും. ഒരു 10-10:30 അടയ്ക്കും. പൊതുവെ അതാണ് മെയിൻ റോഡ്. അവിടുന്ന് വരാറ്. പക്ഷെ ഇത്തവണ അവിടെ അടച്ചിരിക്കുക. അപ്പൊ ഈ വഴിക്കാ വന്നേ. അതെന്താണോ അവിടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പൊ അത് അടച്ചു. അപ്പൊ ഈ വഴിക്ക് അങ്ങനെ വന്നത്. ഇത് ചെറിയൊരു വഴിയായിരുന്നു. തൃശ്ശൂരിലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണിത്. കുട്ടികളെ വിദ്യാരംഭ സമയത്ത് എഴുത്തിനിരുത്ത്, അതുപോലെ ഇവിടെ വിദ്യാരംഭ സമയത്ത് ഒരുപാട് പരിപാടികളും ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നൊരു ടൈമാണ്. നോർമലി വിദ്യാരംഭ സമയം അല്ലാത്തപ്പോഴും ഇവിടെ കുട്ടികളെ ഇങ്ങനെ എഴുത്തിനിരുത്താനും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കാര്യമാണ് ഇങ്ങനെ ഈ ചുമരുമ്മ ഇങ്ങനെ ഓം ഗണപതായ നമഃ, ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നത്. ഇതൊക്കെ ചെയ്താലേ കുട്ടികൾ പഠിക്കുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പം നമുക്ക് ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ഓരോരുത്തരും. അപ്പോൾ അത് എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനുമാണ് ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് തിരുവള്ളക്കാവ്. നമ്മളിപ്പോൾ തിരുവള്ളക്കാവ് പെട്ടെന്ന് തൊഴുതിറങ്ങി. നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുവള്ളക്കാവ്. പക്ഷെ ഇന്ന് കുറച്ച് തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു കർക്കിടക മാസമൊക്കെ ആയതിൻ്റെ തോന്നുന്നു കുറച്ച് തിരക്കുണ്ട്. പക്ഷെ കുറച്ച് 1-2 പിള്ളേരെ അവിടെ എഴുത്തിനിരുത്താനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ തിരക്കാ തോന്നുന്നു. പിന്നെ അത്യാവശ്യം ഈ അമ്പലം പൊതുവെ കുറച്ച് തിരക്കുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഇത് ഇന്നൊരു സൺഡേ ആയതും കൊണ്ട് കൂടി ആയിരിക്കാം. ഇപ്പൊ നമുക്ക് അറിയുന്ന ഒരു ചേച്ചിനെയൊക്കെ കണ്ടു അവിടെ. പിന്നെ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവാണ്. അവിടെ പോയിട്ട് ഇവിടുന്ന് തിരുവള്ളക്കാവിന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അതിന് അവിടെ പോയിട്ട് എങ്ങനെയാ നോക്കാം. അപ്പോൾ തിരുവള്ളക്കാവിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എഴുത്തിനിരുത്തുക, നല്ല ഒരു എന്താ പറയാ, നമുക്ക് പഠിക്കാനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കുറെ പേര് അവിടെ എള്ള് കത്തിക്കും, പിന്നെ മുട്ടിറക്കും, അങ്ങനെ കുറെ പരിപാടികളുണ്ട് അവിടെ. എന്നെ അമ്പലത്തിലൊന്നും എഴുത്തിനിരുത്തിയിട്ടില്ല. അതെന്തുകൊണ്ട് അമ്മ എന്നെ അമ്പലത്തിൽ എഴുത്തിനിരുത്താഞ്ഞ്? എന്നെ എഴുത്തിനിരുത്തിച്ചത് എന്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ ആണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടസ്റ്റ് ഇന്റലിജന്റ് മനുഷ്യൻ. അപ്പൊ മുത്തശ്ശനെ കൊണ്ടാണ് എന്നെ എഴുത്തിനിരിപ്പിച്ചത്. എന്നുവെച്ചാൽ നമ്മളിവിടെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂജാരികളല്ലേ അല്ല അവിടെ അവിടെ ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എഴുത്തിപ്പിക്കുക ചെയ്യുക. നെല്ലിലോ അരിയിലോ എന്തോ അരിയില്. അപ്പോ നമ്മള് വീട്ടിൽ തന്നെ എന്തൊക്കെ എഴുത്തിനിരുത്തിക്കണം വീട്ടിൽ തന്നെ ഇങ്ങനെ. അപ്പൊ എഴുത്തിന് വീട്ടിൽ തന്നെ മുത്തശ്ശനാണ് എന്നെ എഴുത്തിച്ച്
ഗുഡ് തിങ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ബിക്കോസ് അതുകൊണ്ടായിരിക്കും ഞാൻ നല്ല അടിപൊളിയായി പഠിക്കുന്ന ഒരു കുട്ടിയായി മാറിയത് അല്ലേ അമ്മ? ഞാനെന്താ പഠിക്കായിരുന്നു? സ്വന്തമായിട്ട് അവൻ എന്താ പഠിക്കാണ്ടിരുന്നത്. അപ്പൊ എന്നെ എഴുത്തിനിരുത്തിയതും എനിക്ക് ചോറൂണൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആയിരിക്കും മറന്നു 10-30 കൊല്ലായില്ലേ, ഓർമ്മയില്ല. അതും എന്റെ എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു, അമ്പലത്തിലൊന്നും പോയിട്ട് ചെയ്തിട്ടില്ല. അത് അമ്പലത്തിൽ പോയി ചെയ്യാണ്ടാ എന്ന് ഓർത്തിട്ടൊന്നല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മള് വീട്ടിൽ തന്നെ എല്ലാം ചെയ്തത്. ജിത്തുവിനെ ചോറൂണൊക്കെ അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ട്. ജിത്തുവിന് 3 എണ്ണത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് അമ്പലത്തിലൊന്നും പോയി കൊടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല, കാരണം അച്ഛൻ പുറത്തായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കാരണം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു വലിയ ചെയ്തത്. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് പല്ലിശ്ശേരിയിൽ എത്തിയിട്ട് കാണാം. അവിടുത്തെ അമ്പലം നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഫ്രണ്ടിൽ ഒരു ആൽമരൊക്കെ ആയിട്ട് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇന്ന് എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല, കാരണം സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോ നമുക്ക് നോക്കാം. ഗോപകുമാർ എന്നൊക്കെ പേരിട്ടു ചിത്തുവിനെ. എനിക്ക് 3 പേരുണ്ടെന്നാണോ പറയണത്? 3 പേരല്ല, ഗോപകുമാർ ഒരു പേര്. അത് നമ്മള് മുളയത്തുള്ള അമ്പലത്തിലാണ് പോയി കൊടുത്തിരിക്കുന്നത്. മുളയത്ത് ആയിരുന്നു അച്ഛൻ മുന്നേ അച്ഛൻ അവിടെയായിരുന്നു താമസിച്ചിരുന്നു. അച്ഛന്റെ വീട് ഇവിടുന്ന് മാറിയിട്ട് മുളയത്തായിരുന്നു. മുളയം എന്ന് പറയുന്ന ഒരു സ്ഥലം. എന്താ പിന്നെ ഇതൊക്കെ വരാൻ വേണ്ട, നമുക്ക് എന്താ പ്രശ്നം? എന്താ ഇതൊക്കെ എന്തിനാ പറയണെന്നാണ്. അഭിജിത്ത് ഗോപകുമാർ. ഗോപകുമാർ സ്വപ്നം കണ്ടിരുന്നു നീ അങ്ങനെ ആൺകുഞ്ഞുണ്ടാവും, അപ്പൊ അവന് ഗോപകുമാർ. അതെ, ജിത്ത് ജനിക്കുന്നതിന് മുന്നേ അച്ചാച്ചൻ മരിച്ചുപോയി. ജസ്റ്റ് ഒരു 1 മന്ത് മുന്നെന്തോ അച്ചാച്ചൻ മരിച്ചുപോയി. അപ്പൊ അച്ചാച്ചൻ അതിന് മുന്നേ സ്വപ്നം കണ്ടിരുന്നു ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ആൺകുട്ടി ജനിക്കുമ്പോ ഗോപകുമാർ എന്ന് പേരിട്ടു. ഇപ്പൊ ഗോപകുമാർ ജിത്തുവിന് പേരിട്ടു അമ്പലത്തിൽ പോയിട്ട്. എന്നിട്ട് പക്ഷെ ഒറിജിനൽ നമ്മള് സർട്ടിഫിക്കറ്റിൽ ആ സ്കൂളിലൊക്കെ അഭിജിത്ത് നോക്കി ഗോപകുമാർ എന്നൊക്കെ ആയിരുന്നെങ്കിൽ കോമഡി ആയനെ. ഗോപു എന്ന് വിളിക്കും നമ്മൾ. ഗോപു അല്ലമ്മ. ഇതാണ് പല്ലിശ്ശേരി ഭഗവതി ടെമ്പിൾ. ഇവിടെ കുറച്ച് ഫോറസ്റ്റിന്റെ കുറച്ച് പണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ ഇതിന്റെ പണി നടക്കണത് കണ്ടിരുന്നു. ഇപ്പൊ വലുതായി, വില്ലകള് കുറെ വില്ലകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാലോ, ഫോറസ്റ്റിന്റെ വലിയ വില്ലകളാണല്ലോ. ആല് പോയി ചേച്ചി പറഞ്ഞാല്. അയ്യോ, ആല് ഞാൻ ആലോചിച്ചല്ലോ ചേച്ചി പറഞ്ഞപ്പോ ആല് പോയിണ്ടാവും. കറക്റ്റ് ആലോചിച്ചല്ലോ. അതെന്തിനാണ് വെട്ടിയവര്? നല്ല ഭംഗിയുള്ള ഒരാലായിരുന്നു അത്. ഉണ്ടാവുമെന്ന് കറക്റ്റ് ആലില്ല. നീ എന്തിനാ അങ്ങനെ ആലോചിച്ചേ? അയ്യോ, എന്റെ ആല് വെട്ടിക്കളഞ്ഞു അവര്. നല്ല വലിയൊരു ആലായിരുന്നു, നല്ല രസമായിരുന്നു. ഇങ്ങനെ പന്തലിച്ച് നിക്കുവായിരുന്നു ഫുള്ള്. ഇവിടെ ഇപ്പൊ വെയിലായി. എന്തോ അമ്പലം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫ്രണ്ടിലൊരു ഇതൊക്കെ കെട്ടുന്നുണ്ട് ഇവര്. ഇവിടുത്തെ ഒരു ഇതൊക്കെ മാറ്റി ഇവിടെ ഒരു നടപ്പുര പോലെ എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഇങ്ങനെ ഫുള്ള് വീതിയാക്കി അമ്പലം. അപ്പം ഇത് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെയും കൂടി വന്ന് തൊഴുതു പോവുക എന്നുള്ളത് എല്ലാം കൊല്ലം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത്തവണ അത് തെറ്റിക്കണ്ടെന്ന് ഓർത്തു. എന്തായാലും നാട്ടിൽ വന്നതല്ലേ. ഇതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളുമാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. 10 മണിയോട് അടുത്തുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നേരത്തെ തന്നെ അങ്ങ് പെട്ടെന്ന് തൊഴുത് ഇറങ്ങി. അധികം പിന്നെ നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, കാരണം നട അടച്ചു. അപ്പം ഇനി അധികം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. മാപ്പിനേക്കാൾ വലിയ മാപ്പാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ അറിയാത്ത വഴികളില്ല. തൃശ്ശൂർ ജില്ലയിൽ അച്ഛൻ അറിയാത്ത ഗൂഗിൾ മാപ്സില് അതെ, ഗൂഗിൾ മാപ്പുകാർക്ക് വഴി പറഞ്ഞു കൊടുക്കാം. അച്ഛനൊരു പ്രീമിയം ഗൂഗിൾ മാപ്പ് ആയിക്കോ. അതെ, ആലോചിച്ച് കഴിഞ്ഞോ വഴി? അതിന് പോയാ മതിയില്ല അങ്ങോട്ട്. നമ്മളതേ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പറഞ്ഞ പോലെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ പുതിയ ഹൈലൈറ്റ് മാള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്തായിട്ടാ. മാപ്പ് വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, അതായിട്ടൊരു ബഹളം. ഇത് പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കുന്നു. മാപ്പ് ഹ്യൂമൻ. അതെ, ഇത് കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലോട്ടാ പോയെ. ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ.
ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ. കോൾ തൃശ്ശൂരൊക്കെ പോകുന്നത്. എടാ നീ അത് ടൈപ്പ് ചെയ്തങ്ങ്. ടൈപ്പ് ചെയ്യാൻ പറ്റണില്ലേ? അതെന്തിനാ നിന്റെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന? അച്ഛന്റെ ഫോണോ? അന്ന് അച്ഛന്റെ ഫോണിൽ ടൈപ്പ് ചെയ്യൂ. മറ്റേ മനുഷ്യൻ ഓഫ് ഒന്നും ചെയ്യണ്ട, മാപ്പിൽ അങ്ങ് ടൈപ്പ് ചെയ്തോ. അപ്പം ഹൈലൈറ്റ് മാളിൽ പോവാണ്. അപ്പൊ ഇവിടെ പുതിയൊരു ഹൈലൈറ്റ് മാൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാന്നൊക്കെ കേട്ടു. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് എനിക്കൊരു ആഗ്രഹം. പിന്നെ സർപ്രൈസ് ആയി വെച്ചിരുന്നതായിരുന്നു, പക്ഷെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പറയാം, ജിതിൻ വരുന്നുണ്ട്. അപ്പൊ ജിതിൻ അവര് കണ്ടുപിടിച്ചു. അപ്പൊ പിന്നെ വേറെ വഴിയില്ല. ഒരു നിർണായക നിമിഷത്തിൽ എനിക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞു ഞാനങ്ങ് ജിതിൻ വരുന്നുണ്ട്. അപ്പൊ ജിതിന് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. കാരണം ജിതിൻ വന്ന് നമ്മളൊരു 2-3 ഡേയ്സിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി ജിതിന് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ജിതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് വേണ്ടത്. ഹൈലൈറ്റിൽ മാളിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കുറെ കേട്ടു, അടിപൊളിയാണ്. പക്ഷെ കുറെ കടകളൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് കേട്ടു. അപ്പൊ ഒന്ന് പോയി നോക്കണമെന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഹൈലൈറ്റ് മാൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. എനിക്ക് ഇന്ന് എന്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലുക്സ് നൈസ്. ഐബ്രോസ് കണ്ണും ഒക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഓ കൊള്ളാം. മൊബൈൽ അഡിക്റ്റ് എന്നിട്ട് പറയും എനിക്ക് വല്ല തലവേദനയോ അല്ലെങ്കിൽ വല്ല വയറുവേദനയൊക്കെ വന്നാൽ പറയും മൊബൈൽ നോക്കിയിരുന്നിട്ട്. എന്നിട്ട് മൊബൈൽ അഡിക്റ്റ് ഇരിക്കണം കേട്ടോ. ഇത് കണ്ടോ, രാവിലെ തന്നെ മൊബൈൽ പിടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യാ? സാധനം കണ്ടത് എന്താ പൂച്ചയുടെ. ഈ പൂച്ചയുടെ ഒക്കെയാണ് അമ്മ ഇരുന്ന് കാണുന്നത്. ഈ AI വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് അമ്മ ഇതൊക്കെ സത്യാന്ന് വിചാരിക്കുന്നിട്ട് അല്ലേ അമ്മ? അങ്ങനെ വിചാരിക്കാറില്ലേ അമ്മ? എന്നിട്ട് ചോദിക്കും ഇതൊക്കെ എന്താന്ന്. അമ്മ പറയുന്നത് ഇപ്പൊ അമ്മയെ കാണാൻ വേണ്ടിട്ടാണ് എന്റെ ആൾക്കാരൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്. ഇപ്പൊ എന്താ പറയാ, എനിക്ക് വ്യൂസ് കൂടി അമ്മയുടെ ഇത് കാരണം, അമ്മയുടെ പ്രസൻസ് കാരണം എനിക്ക് യൂട്യൂബിൽ ഇപ്പൊ കുറച്ച് വ്യൂസ് കൂടി എന്നൊക്കെയാണ് അമ്മ പറയണത്. അപ്പൊ ഞാൻ പിന്നെ അത് ഉപയോഗിക്കണ്ട അല്ലേ അമ്മ? അമ്മേനെ കാണിച്ച് അതെ. അപ്പൊ അമ്മയെ കൂടുതലായി കാണിച്ച് കുറച്ച് വ്യൂസ് കിട്ടട്ടെ. അമ്മ കുറച്ച് ആക്ഷൻസ് ഇടും, അഭിനയിക്കും കുറച്ച്. ഒന്നുമില്ല, അപ്പൊ നിർത്തി. ഈ ഫോൺ മാറ്റി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മ തുടങ്ങുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. ഞാൻ ഇവിടെ കള്ളത്തരത്തിലൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോഴേക്കും അമ്മ കണ്ടുപിടിച്ചു. അമ്മ പറഞ്ഞത് ഒന്നുകൂടെ പറ അമ്മ പറഞ്ഞിട്ട് പോയാ മതി. പറ അമ്മക്ക് എന്താ പറയാനുള്ളത്? അമ്മയല്ലേ പറഞ്ഞ അമ്മ കാരണം എനിക്ക് വ്യൂസ് കൂടി. പറ അമ്മ. ഒന്നും പറയല്ല. വായ തോന്നിയതൊന്നും വീഡിയോയിൽ ഇട്ടെടുത്തുന്ന് അതല്ല പറഞ്ഞേ. വായ തോന്നിയതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞേ. ആണോ? എന്താ വായ തോന്നി പറഞ്ഞേ? നിലവാരമില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. അതൊക്കെ വിളിച്ച് പറയുന്നു. നിലവാരമില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് ഞാൻ നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അത്ര പറയണ്ട എന്തെങ്കിലും. ഇപ്പൊ മനസ്സിലായോ ജിതിന്റെ അവസ്ഥ? കുട്ടി വന്നിട്ട് വേണം ഞങ്ങൾക്ക് കൂട്ടുകൂടി തല്ലിക്കൊല്ലേ. എനിക്ക് എന്തേലും സംഭവിച്ച ഉത്തരവാദി അമ്മ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവരൊക്കെ ഫോൺ കണ്ടാ മിണ്ടുന്നില്ല. ഇതൊക്കെ എന്തൊക്കെ മനസ്സിലാവണില്ല. ഭയങ്കര സൈലന്റ് ആവും. അമ്മ ഇങ്ങനെയൊന്നും അല്ല. അമ്മ കലവില്ല. അവിടെ നിന്ന് വരുമ്പോ മുതൽ ഇത് എത്തണ വരെ കലവില്ല എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊക്കെ കണ്ടു ഫോൺ എടുത്ത മിണ്ടാണ്ടായി. എങ്ങനെ സാധിക്കുന്നു? അമ്മയ്ക്കിപ്പോ ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. അമ്മയ്ക്ക് കാറിലിരുന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് ഷോപ്പിങ്ങിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ അടുത്ത് പോയി വാങ്ങിയിട്ട് വന്നോ. നമുക്ക് താല്പര്യമില്ല ഇവിടെ കയറാൻ. നമുക്ക് തിരിഞ്ഞോക്കാണ്ട് പോകണൊക്കെ. മുത്തശ്ശന് പോളോ? മുത്തശ്ശൻ്റെ ബോള് പഠിക്കേണ്ട കളിക്കണ്ട. മുത്തശ്ശന് പിള്ളേർക്ക് കളിക്കാം. മേടിച്ചോ? നല്ല ബോളാ. അച്ഛനെ കാണുന്നില്ലല്ലോ. എവിടെ? എന്താ മിഠായി അല്ലേ? ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഡെക്കാത്തലോൺ വന്നത്. പക്ഷെ ഇത് ഇവിടെ വന്നപ്പോൾ ദേ കാണുന്ന കാഴ്ച ഇതാണ്.
കുറേ കാലമായിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ പറയുന്നതാണ്, ഹെൽത്ത് ശ്രദ്ധിക്കണം, ജിമ്മിൽ പോകാൻ തുടങ്ങണം, അറ്റ്ലീസ്റ്റ് രാവിലെ എനിക്കൊന്ന് നടക്കാനെങ്കിലും തുടങ്ങണം എന്നുള്ളത്. എന്തായാലും പറഞ്ഞ് എനിക്ക് മടുത്തു, കേട്ട് അവർക്കും മടുത്തു. എന്തോ ഡെക്കാത്തലോൺ കണ്ടപ്പോൾ അമ്മയ്ക്ക് പിന്നെ ജിമ്മിലൊക്കെ ഒന്ന് പോവാം, ഒന്ന് നടക്കാം എന്നുള്ളൊരു മോഹം തോന്നുന്നു. എന്തായാലും ഡെക്കാത്തലോൺ പോയത് വെറുതെ ആയില്ല. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയത്. ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട്. ഉണ്ട് വേറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് ഒരു ഇതിന് വേണ്ടി വേറെ കളർ എടുക്കാം. അമ്മ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. നമ്മളങ്ങനെ ഒരു ടവൽ എടുക്കാൻ പോയിട്ട് അമ്മേനെ അച്ഛന് ജിമ്മില് കയറ്റാനുള്ള സാധനങ്ങൾ എടുത്ത് വന്നിട്ടുണ്ട്. ഇല്ല അമ്മ, ഇനി നമ്മള് ജിമ്മിലൊക്കെ പോയി സെറ്റ് ചെയ്യും അല്ലെ? അതെ, അമ്മ ഫിറ്റ്, അച്ഛൻ ഫിറ്റ്. അപ്പൊ ഭയങ്കര ചൂട്. എന്റെ അമ്മ ഇപ്പൊ നമ്മള് ഡെക്കാത്തലോൺ കയറി വന്നിരുന്നപ്പോ എനിക്ക് ഇവിടെ നിന്നും ചുട്ട് എല്ലായിടത്തും ചുട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വേർത്ത് ഇങ്ങനെ ഞാൻ ഒഴുകുന്നുണ്ട്. എന്റെ ഒടുക്ക് ഇങ്ങനെ ഫുള്ള് വേർത്ത് കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ഹൈലൈറ്റ് മോളിൽ പോകാം. ഞാൻ കുറേ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുക ഹൈലൈറ്റ് മോളിൽ. നമ്മളിപ്പോ ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട്. ഇത് കാറ് പാർക്ക് ചെയ്യാൻ പോയി. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല വലിയൊരു മോള്. കുറേ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഇത് അച്ഛൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ പോകുന്നുണ്ട്. അച്ഛന് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ലീഡേഴ്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് 16th to 25th. കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഏതാത് കലാച്ചിയോ ലെനയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അമ്മ പ്രേമലു അതേതാ? നല്ല വിശപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ആദ്യം. അപ്പൊ ഇവിടെ തേർഡ് ഫ്ലോറിൽ ഫുഡ് കോർട്ട് ഉണ്ട്. വെരി ഹംഗ്രി. ഓ, ഞാൻ ലിപ്സ്റ്റിക്ക് കാറൊന്നും ഫുഡ് കഴിച്ചാൽ ലിപ്സ്റ്റിക്ക് പോകുമായിരിക്കും. കൊള്ളാം കേട്ടോ ഇവിടുത്തെ ഫുഡ് കോർട്ട്. പോപ്പോയ്സ് ഒക്കെ ഉണ്ട്. പോപ്പോയ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പോപ്പോയ്സിൽ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കുറച്ച് നല്ല അടിപൊളി ഷോപ്സ് ഉണ്ട് ഫുഡ് കോർട്ടിൽ. അമ്മയ്ക്കും അച്ഛനും കഴിക്കാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങൾ നോക്കണം അല്ലേ അമ്മ? അൽഫാം ബിരിയാണി അവർ കഴിക്കുമോ അമ്മ അച്ഛനൊക്കെ? തലശ്ശേരി ദം ബിരിയാണി കഴിക്കും. ഇതാണ് നമ്മളുടെ ഫുഡ്. ഇന്നത്തെ സ്റ്റാർട്ടറായിട്ട് മോമോസും കുറച്ച് കോൺ ചിക്കൻ സൂപ്പും വാങ്ങിച്ചു. ഇതെന്ത് മോമായിരുന്നു? ഇത് ഷെഷ്വാൻ. ഇത് എന്തോ ക്രീമി ചീസ് മോമോ പോലത്തെ. അമ്മ നോക്കണുണ്ടോ? നമുക്ക് വലുതായി പിടിച്ചിട്ടില്ല. അമ്മയും തലശ്ശേരി ബിരിയാണിയാണ് പറഞ്ഞിരിക്കണേ. അച്ഛൻ ചിക്കൻ 65 ബിരിയാണി, അൽഫാം കോംബോ പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, കണ്ടിട്ട് വലിയ തെറ്റി പറയല്ല. പിന്നെ നമ്മുടെ ഇതുണ്ട് മോമോസ്. പിള്ളേർക്കൊക്കെ എന്ത് സന്തോഷം. എനിക്ക് മേടിച്ചത് എനിക്ക് സന്തോഷം. എനിക്കെല്ലാം ഇതാണോ? സന്തോഷം എന്നൊക്കെ കുടിക്കാനോ സൂതാനല്ല. ചേച്ചിക്ക് കൊടുക്കണില്ല. ചേച്ചിയല്ല മേടിച്ചാൽ ചേച്ചി കൊടുക്കണ്ട. ഫുഡൊക്കെ അടിച്ചു. ഇതേ നമ്മൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കടയുണ്ട്, ഈസി ബൈ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈസി ബൈയിൽ കയറിയിട്ടുള്ളത് അല്ലേ? ഇത് ജിതിനുള്ള ഡ്രസ് കുമ്പാരങ്ങൾ. എടാ ഇത് കറക്റ്റ് ആക്കിയിട്ടിട്ട് പോടാ, ഇത് വീഴും ജിത്തു. മതി. എന്തിന്
കാണണ്ടവരല്ലേ. ഇത് കൊള്ളാം, ഈ കളർ കൊള്ളാം, പക്ഷെ ഇത് സൈസില്ല. എന്ത് കുമ്പിട്ട് കിടന്ന് കാണിക്കണം അവിടെ. അത് ഈസി ബൈന്ന് കുറച്ച് ഇതിന് വേണ്ട ടീഷർട്സ്, കാഷ്വൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അച്ഛനും അമ്മയും കാണുന്നില്ല. അപ്പം നോക്കിയപ്പോൾ എവിടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതേ നിൽക്കണോ രണ്ടുപേരും കൂടി. ഹാ എന്തൊരു കാഴ്ച. എന്താണ് ആ പരിപാടി? ഹലോ, എന്താ ഇങ്ങനത്തെ കടകളിൽ ഇരിക്കാൻ സീറ്റ് ഇടാത്തതിന്റെ ഐഡിയ എന്താണെന്നറിയോ? പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് വരാനാ? അല്ല, ഒരാളുടെ കൂടെ ഷോപ്പ് ചെയ്യാൻ ഒരാൾ വന്നാലേ അപ്പൊ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവല്ലോ. അപ്പൊ അവരുടെ കൂടെ തന്നെ നടക്കും. നിന്റെ കൂടെ ഞങ്ങൾ വന്നു, അപ്പൊ നീ ഷോപ്പ് ചെയ്തോ. അപ്പൊ അങ്ങനെ നടന്നു നമുക്ക് എന്തെങ്കിലും തോന്നും. അപ്പൊ നമ്മളെന്തെങ്കിലും മേടിക്കും. ഐഡിയ അല്ല, അവരുടെ ബിസിനസ് ടാക്ടിക്സ്. അമ്മ ടയേർഡായി. അച്ഛൻ എന്തോ ട്രയൽ ചെയ്യാൻ പോയിട്ട് ഇതുവരെയായിട്ടും കാണുന്നില്ല. എന്തിട്ടേ എനിക്കറിയാൻ പാടില്ല, എന്തോ ട്രയൽ ചെയ്യാൻ പോയി. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു സീറ്റ് കണ്ടപ്പോൾ ഇരുന്നു. ഇവിടെ മറ്റേ ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടി ഒരു സീറ്റ് ഇടില്ലേ, അതൊന്ന് കയറി അങ്ങനെ ഇരുന്നു. അപ്പം നമ്മൾ മാക്സിലെത്തി. നമ്മൾ സ്റ്റൈൽ യൂണിയൻ പോയി. പിന്നെന്താ ബഡ്ജറ്റ് ബൈ എന്തായിരുന്നു അത്? എന്ത് ബൈ ആയിരുന്നു? എന്തോ ഒരു ബൈ. ആ കടയിൽ പോയി. ഇപ്പം മാക്സിലെത്തി. കുറച്ച് കാഷ്വൽസ്, ഇതിനിപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ട് ഇടാനും അങ്ങനെ കുറച്ച് കാഷ്വൽസ് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവാണോ? അപ്പം നമ്മൾ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ തീർത്തു. ഷോപ്പിംഗ് ഒന്നും ഞാൻ കാണിച്ചില്ല, കാരണം ഓൾമോസ്റ്റ് കുറേ ഷോപ്പിംഗ് ചെയ്തത് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല. പിന്നെ അമ്മയ്ക്ക് ചെരുപ്പ് നോക്കാൻ കയറി, പക്ഷെ ചെരുപ്പ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. അടിയായി അച്ഛൻ്റെ ഒരു കമൻറ്റിൽ അവിടെ അടിയായി. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ കിട്ടി. ഇനി അധികം നിന്ന് തിരിയുന്നില്ല, കാരണം രാവിലെ ഇറങ്ങിയതല്ലേ. പിന്നെ അടുത്ത പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഒന്നുകൂടെ ചെരുപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്റ്റൈലിൽ കയറുന്നത്. ലൈഫ് സ്റ്റൈലിൽ കയറിയപ്പോൾ ചെരുപ്പ് നോക്കുന്നതിന് പകരം അമ്മ ബാഗിലോട്ട് എത്തി. കാരണം അമ്മയ്ക്ക് ബാഗും വേണമായിരുന്നു. കാരണം ബാഗും നോക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അമ്മയുടെ സെലക്ഷൻ പ്രോസസ്സ് കാരണം ഒരിക്കലും ബാഗും ചെരുപ്പും കിട്ടുന്നില്ല. ഇത്രയധികം സെലക്ട് ചെയ്ത് സാധനങ്ങൾ എടുക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവൻ്റെ അടുത്ത് ഇവിടെ ഡിസ്കഷൻ ആയിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ. കാരണം അവനൊരു ഡിസൈനറാണ്, അവൻ്റെ ജോലി ഇതാണ്. ബാഗും അതുപോലെ ഷൂസൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് അവൻ്റെ ജോബ്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ കൺവീൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഒട്ടും കൺവീൻസ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അമ്മ 2-3 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്തു കാലങ്ങൾക്ക് ശേഷം. ഇപ്പോഴും അമ്മ കൺവീൻസ്ഡ് ആയിട്ടില്ല, അതാണ് ആ ഭാവം. എന്തായാലും ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇവർ 3 പേരും കൂടി തന്നത്. എൻ്റെ ബർത്ത്ഡേ വരുന്നത് കൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. കാരണം ഇക്കൊല്ലം ഞാൻ 30 years ആവുകയാണ്. ഒരു 3 decades അങ്ങനെ ജീവിച്ചു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വക ഒരു അടിപൊളി ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഗോൾഡിനൊക്കെ നല്ല പൈസയാണെന്നറിയാം, പക്ഷേ എൻ്റെ വീട്ടിൽ ഗോൾഡ് വാങ്ങുന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു വിശ്വാസം. പിന്നെ അതാണല്ലോ എല്ലാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ വിശ്വാസം അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഓക്കെ ശരി അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിന്ന് കൊടുക്കുക. പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതല്ല, വെറുതെ ഇതിനൊക്കെ ചാൻസ് കളയുന്നത്. അങ്ങനെ എൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതെന്ന് ഒരെണ്ണം ഞാൻ അവസാനം സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ബുഗാഡിനെ കുറിച്ച് കണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ അവർ കുത്തിത്തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഒരു ബുഗാഡിയും കൂടി അങ്ങ് കുത്തി. കുറേ കാലത്തെ ആഗ്രഹമാണ്, അവസാനം രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെയ്തു. വീഡിയോ എടുത്താൽ മതി.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.